ഞാൻ ശരിക്കും ഒരു ഫോട്ടോഗ്രാഫർ ആവുന്നത് ദുബായിൽ വെച്ചിട്ടാണ്. അപ്പോൾ ദുബായിൽ ഞാൻ ഹോട്ടൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ കിട്ടിയ കാശൊക്കെ ചേർത്ത് വെച്ച് ഞാനൊരു ക്യാമറ വാങ്ങിച്ചു. അപ്പൊ അന്ന് ഉണ്ടായിരുന്ന എന്റെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം യൂട്യൂബിലെ വീഡിയോസ് കാണുക എന്നുള്ളത്. അതായത് ഈ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ട്, എനിക്ക് തോന്നുന്നു ഒരു ദിവസം 2-3 മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരുന്ന് പല പല ചാനലുകൾ മാറി മാറി കണ്ട് അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ അറിവ് വെച്ചിട്ടാണ് ഞാൻ ഫോട്ടോഗ്രാഫി ഇങ്ങനെ പതുക്കെ ബിൽഡ് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ അന്ന് കൂടുതലും ഈ ഓസ്ട്രേലിയൻസ് അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ പല രാജ്യത്തിലുള്ളവരാണ് ഇത്തരം കണ്ടന്റുകൾ ചെയ്തിരുന്നത്. ഇന്ന് നമുക്ക് അത്ര മലയാളത്തിൽ ഇഷ്ടം പോലെ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് കോണ്ടന്റ് അവൈലബിൾ ആണ്, പക്ഷെ അന്ന് അത്ര ഇല്ല. സോ നമുക്ക് പഠിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഏത് പാതാളത്തിൽ പോയിട്ടും കാര്യം പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ അവസ്ഥയിൽ ഒരു കാര്യത്തെ പറ്റി അറിയാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ജസ്റ്റ് നമ്മുടെ ഫോണിലൊന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ വിരൽ തുമ്പിൽ എല്ലാതും ഉണ്ട്. എന്നിട്ടും നമുക്ക് ഫോട്ടോഗ്രാഫി പഠിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം വേറൊന്നല്ല, നമ്മുടെ മടിയാണ്. അപ്പോൾ മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഫോട്ടോഗ്രാഫി തിയറി സൈഡ് പഠിക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫോട്ടോഗ്രാഫിയെ പറ്റിയിട്ട് തിയറി കുറെ അറിയുക എന്ന് പറയുന്നത് കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നല്ല ഫോട്ടോഗ്രാഫർ ആവണമെങ്കിൽ യു നീഡ് ടു പ്രാക്ടീസ് എവ്രി ഡേ. എല്ലാ ദിവസവും ഫോട്ടോസ് എടുത്ത് മാത്രമേ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആവാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ഫോട്ടോഗ്രാഫിയിലേക്ക് പുതിയതായിട്ട് വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് പ്രാക്ടീസ് ആണ് നമ്മളെ ബെറ്റർ ആക്കുന്നതും. ഓരോ ദിവസവും നമ്മളിതിൽ എക്സ്പെരിമെന്റുകൾ നടത്തി ഓരോ ലെവൽ അപ്പ് ചെയ്ത് പോകാനായിട്ടുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഓക്കെ.